കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ഗിവ് എവേയുടെ വിന്നേഴ്സിനെയാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. 5 പേരെയാണ് വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. വിഷ്ണു മോഹൻ, ശങ്കർ, കിരൺ ബാബു, ഷംബു എസ്, മുഹമ്മദ് ജഷീർ എന്നീ 5 പേരാണ് കഴിഞ്ഞ ദിവസം നടത്തിയ ഗിവ് എവേയുടെ വിന്നേഴ്സ്. അപ്പോൾ നിങ്ങൾ ക്യാഷ് കരോ ആപ്പിൽ സൈനപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച മെയിൽ ID ഉപയോഗിച്ച് ആമസോണിൽ ഒരു പുതിയ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയോ ഇല്ലെങ്കിൽ നിലവിലുള്ള അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യുകയോ ചെയ്യുക. എന്നിട്ട് ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു പൊസിഷനിൽ പോവുകയാണെങ്കിൽ അവിടെ 200 രൂപ ആടായിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിജയിച്ച 5 പേർക്കും അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നിപ്പോൾ നമ്മൾ ഒരു ഡിജിറ്റൽ ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പണം കൈമാറാൻ, അതുപോലെ തന്നെ റീചാർജ് ചെയ്യാൻ, വിവിധ തരത്തിലുള്ള ബിൽ പേയ്മെൻറ്റ് നടത്തുവാൻ, പിന്നെ ഗ്യാസ് ബുക്ക് ചെയ്യാൻ, പിന്നെ നമ്മൾ ഷോപ്പിംഗ് നടത്തുവാൻ, അങ്ങനെ മിക്ക കാര്യത്തിലും നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോൺ പേ, ഗൂഗിൾ പേ, പിന്നെ ആമസോൺ പേ, മോബിവിക്, ഫ്രീ ചാർജ് എന്നിവയൊക്കെയാണ് മാർക്കറ്റിൽ പ്രധാനമായിട്ടും ലഭ്യമായിട്ടുള്ള പേയ്മെൻറ്റ് ആപ്പുകൾ. യൂസേഴ്സിനെ കൂട്ടുവാനായിട്ട് ഇവരൊക്കെ തന്നെ മത്സരിച്ചുകൊണ്ട് വിവിധ പ്രൊമോഷണൽ ഓഫേഴ്സ് നൽകാറുണ്ട്. ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ഓഫേഴ്സ് യൂസേഴ്സായി നമുക്ക് വളരെയധികം അനുഗ്രഹമാണ്. കാരണം അവർ മത്സരിച്ച് ഓരോരോ ഓഫേഴ്സ് തരുമ്പോൾ നമ്മൾ കൂടുതൽ ഓഫർ നൽകുന്ന പ്ലാറ്റ്ഫോം ഏതാണോ അതുപയോഗിച്ച് നമ്മൾ പേയ്മെൻറ്റുകളും അതുപോലെ തന്നെ റീചാർജുകളൊക്കെ നടത്തുന്നു. അങ്ങനെ നമുക്ക് റീചാർജും പേയ്മെൻറ്റും ഒക്കെ ചെയ്യാൻ നേരത്ത് നല്ലൊരു എമൗണ്ട് ക്യാഷ് ബാക്കിലൂടെ സേവ് ചെയ്യാനായിട്ടും സാധിക്കും. ഇത്തരം പ്ലാറ്റ്ഫോംസൊക്കെ നൽകുന്ന ക്യാഷ് ബാക്ക് ഓഫേഴ്സിലൊക്കെ പലതരത്തിലുള്ള കണ്ടീഷൻസ് കാണും. ചിലപ്പോൾ മിനിമം ഇത്ര രൂപയ്ക്ക് ട്രാൻസാക്ഷൻ നടത്തണമെന്നായിരിക്കും. ചിലപ്പോൾ മന്ത്ലി ഒരു തവണ മാത്രമേ നമുക്ക് ആ ഒരു ഓഫർ കിട്ടുകയുള്ളൂ എന്നൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഇത്തരം പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉപയോഗിച്ച് റീചാർജും ബിൽ പേയ്മെൻറ്റും ഒക്കെ നടത്തിയ ശേഷമായിരിക്കും ഇത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ പലപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ നിലവിൽ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം ആണ് ഭൂരിഭാഗവും ലഭിക്കുന്നത്. പിന്നെ ഫോൺ പേ നോക്കുകയാണെങ്കിൽ അവർ വിവിധ ബ്രാൻഡുമായി അസോസിയേറ്റ് ചെയ്ത് കൂപ്പൺ കോഡ്സ് ഒക്കെയാണ് നൽകുന്നത്. ഈ ഒരു കൂപ്പൺ കോഡ്സ് ഒക്കെ പലപ്പോഴും നമുക്ക് ഉപയോഗമില്ലാത്ത തരത്തിലുള്ളതായിരിക്കും. ഇത്തരത്തിൽ ഓൺലൈനിലൂടെ റീചാർജ് ചെയ്യുമ്പോഴും ബിൽ പേയ്മെൻറ്റ് നടത്തുമ്പോഴും ഷോപ്പിംഗ് നടത്തുമ്പോഴും ഒക്കെ ചെറുതാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. നിങ്ങൾ ആദ്യമാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് വീഡിയോക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് തീർച്ചയായിട്ടും വേണം. അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. അപ്പോൾ എല്ലാവരെയും മണി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. HDFC ബാങ്കിൻ്റെ പേസാപ്പ് ആണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. പേസാപ്പ് ആപ്പ് HDFC കസ്റ്റമേഴ്സിന് മാത്രമല്ല മറ്റു ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനും ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഇതൊരു വാളറ്റോട് കൂടിയ ഒരു മൊബൈൽ പേയ്മെൻറ്റ് ആപ്പാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നമ്മൾ റീചാർജ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ബിൽ പേയ്മെൻറ്റ് നടത്തുമ്പോഴും ഒക്കെ നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. വളരെ ചെറിയൊരു ക്യാഷ് ബാക്ക് ആണെങ്കിൽ നമ്മൾ ഒരു മാസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു ക്യാഷ് ബാക്ക് ലഭിക്കുന്നു എന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ പേസാപ്പ് ആപ്പിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് പേസാപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പേസാപ്പ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറും പിന്നെ റെഫറൽ കോഡ് ചോദിക്കുന്നുണ്ട്. റെഫറൽ കോഡ് newfra എന്നാണ്, NEWFRA. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെഫറൽ കോഡും ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചുകൊണ്ട് ഒരു വിൻഡോ വരും. ഇവിടെ നമ്മുടെ ഫുൾ നെയിം ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. പിന്നെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് ആൻസറും ടൈപ്പ് ചെയ്യുക. കാരണം നമുക്ക് പിന്നീട് നിങ്ങളുടെ ഡിവൈസ് മാറുമ്പോഴൊക്കെ ഈ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉപയോഗിച്ചായിരിക്കും അവർ നിങ്ങളെ വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത് അതിൻ്റെ ഒരു ആൻസറും ടൈപ്പ് ചെയ്ത് നൽകുക. പിന്നെ ഒരു സെക്യൂർ പിന്ന് ചോദിക്കുന്നുണ്ട്, 4 മുതൽ 12 ഡിജിറ്റ് വരെ ഉള്ളത്. ഈ ഒരു പിൻ ഉപയോഗിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ആപ്പിലേക്ക് ലോഗിൻ ചെയ്തതും ട്രാൻസാക്ഷൻ നടത്തുന്നതും. അപ്പോൾ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു 4 മുതൽ 12 ഡിജിറ്റ് വരെയുള്ള ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് റീ എൻട്രി ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ പിൻ കോഡ് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുക്കാൻ നേരത്ത് നമുക്ക് നമ്മളുടെ ഒരു OTP വെച്ച് വെരിഫൈ ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ നിങ്ങളുടെ OTP വെച്ച് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡിവൈസ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ വരും. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറുള്ള സിം സെലക്ട് ചെയ്ത് മെസ്സേജ് അയച്ച് നിങ്ങളുടെ ഡിവൈസ് വെരിഫിക്കേഷൻ നടത്തുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത പിൻ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പോപ്പപ്പ് വിൻഡോ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. KYC വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ലിമിറ്റ് വരും. നമ്മൾ KYC കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മന്ത്ലി 10,000 രൂപ മാത്രമേ നമ്മുടെ വാളറ്റിലേക്ക് ആഡ് ചെയ്യാനും ട്രാൻസാക്ഷൻ നടത്തുവാനും സാധിക്കൂ. പിന്നെ ഈ പറഞ്ഞ ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒന്നും നമുക്ക് ലഭിച്ചൊന്നും വരില്ല. അതുകൊണ്ട് തന്നെ KYC നിങ്ങൾ മസ്റ്റായിട്ടും കംപ്ലീറ്റ് ചെയ്യുക. HDFC ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ KYC കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങളുടെ HDFC ബാങ്കിൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു കസ്റ്റമർ ID കാണും. ആ ഒരു കസ്റ്റമർ ID ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ബാങ്കിൽ നൽകിയിട്ടുള്ള
ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഇത് പെട്ടെന്ന് തന്നെ വെരിഫൈ ചെയ്ത് കിട്ടുന്നു. ഇല്ല വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മാനുവലായിട്ട് നിങ്ങളുടെ പാൻ നമ്പറും അതുപോലെ തന്നെ ബേസിക് ആയുള്ള ഡീറ്റെയിൽസും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. KYC കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ കസ്റ്റമർ അല്ലെങ്കിൽ മാസത്തിൽ 50,000 രൂപയുടെ ലിമിറ്റും HDFC ബാങ്കിൻ്റെ കാർഡുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ലിമിറ്റുമായിട്ട് നമ്മുടെ ലിമിറ്റ് ഉയർത്തി കിട്ടുന്നതാണ്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി പേസാപ്പ് ആപ്പിൽ അക്കൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് മുന്നോട്ട് രജിസ്ട്രേഷൻ പ്രോസസ്സ് കാണിച്ചു തരാൻ സാധിക്കാഞ്ഞത്. ഇപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ KYC ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു 3 ഒരു വരയിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ അധികം ഓപ്ഷൻസ് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് KYC അപ്ഡേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മാനേജ് ചെയ്യാം, പിന്നെ നമ്മുടെ പിൻ നമ്പർ മാറ്റാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ലഭ്യമാണ്. പിന്നെ ഈ ഒരു പേസാപ്പ് വാളറ്റിലേക്ക് മണി ആഡ് ചെയ്യാനും പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. അതിനായിട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മാനേജ് കാർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ന്യൂ കാർഡ് എന്നതിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡും ഇവിടെ ആഡ് ചെയ്ത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കാർഡ് ഉപയോഗിച്ച് നമുക്ക് ഈ ഒരു പേസാപ്പ് വാളറ്റിലേക്ക് മണി ആഡ് ചെയ്യാനും പേയ്മെൻറ്റ് നടത്തുവാനുമൊക്കെ സാധിക്കും. ഈ ഒരു പേസാപ്പ് വാളറ്റിലേക്ക് മണി ആഡ് ചെയ്യാനായിട്ട് ആഡ് മണി ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം എമൗണ്ട് ടൈപ്പ് ചെയ്യുക, ആഡ് മണി ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതിൽ ഏത് കാർഡിൽ നിന്നാണോ പേയ്മെൻറ്റ് നടത്തുന്നത് അത് സെലക്ട് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ നിങ്ങളുടെ പേസാപ്പ് വാളറ്റിലേക്ക് മണി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പേസാപ്പ് ആപ്പിൻ്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് എനിക്ക് തോന്നിയത് ഈ ഒരു പേസാപ്പ് കാർഡ് എന്ന് പറഞ്ഞൊരു വിർച്വൽ കാർഡാണ്. നമ്മുടെ ഈ ഒരു പേസാപ്പ് വാളറ്റിലേക്ക് ഒരു എമൗണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിർച്വൽ കാർഡ് ഈ ഒരു ആപ്പ് നൽകുന്നുണ്ട്. അതിനായിട്ട് ഈ ഒരു ഓപ്ഷൻ എടുത്ത് പേസാപ്പ് കാർഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഇതൊരു വിസ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരു വെർച്വൽ കാർഡാണ്. സാധാരണയായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഉപയോഗിക്കാൻ നേരത്ത് പലപ്പോഴും തട്ടിപ്പിനിരയാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിന് പകരമായി നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് മാസത്തിൽ ഷോപ്പിങ്ങിന് വേണ്ടിയും അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയുള്ള ഒരു നിശ്ചിത എമൗണ്ട് ആദ്യം തന്നെ ഈ ഒരു പേസാപ്പ് വാളറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓൺലൈൻ ഷോപ്പിങ്ങിനും ഓൺലൈൻ പേയ്മെൻറ്റിനും ഒക്കെ ഈ ഒരു വിർച്വൽ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വിവിധ തരത്തിലുള്ള ഓൺലൈൻ ബാങ്ക് തട്ടിപ്പിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാനായിട്ട് സാധിക്കും. ഇതൊരു വിർച്വൽ കാർഡാണ്, ഫിസിക്കൽ കാർഡ് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ATMൽ നിന്ന് പണം എടുക്കൽ, പിന്നെ കാർഡ് സ്വൈപ്പ് ചെയ്യൽ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗപ്പെടുത്തുവാനായിട്ട് സാധിക്കില്ല. ഈ ഒരു വിർച്വൽ കാർഡ് ഫീച്ചറാണ് ഈ ഒരു പേസാപ്പ് വാളറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ഫീച്ചർ. പിന്നെ നമുക്ക് സ്കാൻ ആൻഡ് പേ ഓപ്ഷൻ ഇവിടെ ലഭ്യമാണ്. സ്കാൻ ടു പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിവിധ QR കോഡ് വിവിധ പ്ലാറ്റ്ഫോംസിൻ്റെ Paytm ആയാലും Amazon Pay ആയാലും അല്ലെങ്കിൽ ഫോൺ പേ ആയാലും അവരുടെയൊക്കെ ആ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് സാധിക്കും. പിന്നെ സെൻഡ് മണി ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു സെൻഡ് മണി ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു ഫീച്ചർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മൾ പണം ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് സർവീസ് ചാർജ് ഇവർ ഈടാക്കുന്നുണ്ട്. ഒരു 100 രൂപയ്ക്ക് ഏകദേശം ഒരു 4000 രൂപയോളം ഇവർ സർവീസ് ചാർജ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെൻഡ് മണി ഓപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാനിപ്പോൾ iOSലാണ് ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് UPI ഓപ്ഷൻ കാണുവാനായിട്ട് സാധിച്ചില്ല. ആൻഡ്രോയിഡിൽ UPI ഓപ്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. UPI ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സർവീസ് ചാർജ് ഒന്നും കൊടുക്കാതെ നമുക്ക് സൗജന്യമായിട്ട് പണം കൈമാറ്റം ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ എന്തായാലും iOS ആപ്പിൽ UPI ഓപ്ഷൻ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ പണം സെൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ആപ്പല്ല ഉപയോഗപ്പെടുത്തുന്നത്. ഏറ്റവും ടോപ്പിൽ തന്നെ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സിൻ്റെ കുറേ ബാനേഴ്സൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു പേസാപ്പ് ആപ്പ് ഉപയോഗിച്ച് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക്. പിന്നെ ഈ ഒരു പേസാപ്പ് ആപ്പ് ഉപയോഗിച്ച് നോ ബ്രോക്കർ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ച് റെൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ 5% ക്യാഷ് ബാക്ക്. പിന്നെ സ്വിഗ്ഗിയിൽ ഏകദേശം ഒരു 15% ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കും. പക്ഷേ അതിന് ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, താഴെ കൊടുത്തിട്ടുണ്ട്. മിനിമം ഓർഡർ 250 രൂപയാണ്, മാക്സിമം ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. പിന്നെ മിന്ത്രയിലും ഒക്കെ നമ്മൾ പേസാപ്പ് ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ 300 രൂപ അപ് ടു ക്യാഷ് ബാക്ക്. പിന്നെ ബിഗ് ബാസ്ക്കറ്റിലെ ഈ ഒരു പേസാപ്പ് ആപ്പിൻ്റെ ക്യാഷ്, അങ്ങനെയുള്ള കുറേ ക്യാഷ് ബാക്ക് ഓഫേഴ്സിൻ്റെ ബാനേഴ്സ് നമുക്ക് മുകളിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ആപ്പിൻ്റെ മറ്റൊരു ഫീച്ചർ നമ്മൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് നമുക്ക് പണം ലോഡ് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റി ക്യാഷ് ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ആദ്യം കാണിച്ച പോലെ ഈ ഒരു ആപ്പിൻ്റെ ഓപ്ഷൻ എടുത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യുക. അതിനുശേഷം വാളറ്റിലേക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എമൗണ്ട് ആഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വാളറ്റിൽ നിന്നും പണം ട്രാൻസ്ഫർ ചെയ്യുക. പക്ഷേ ഇത് സൗജന്യമല്ല, 3.5% പ്ലസ് GST ആണ് നിലവിലെ ഈ ഒരു പേസാപ്പ് ആപ്പിൻ്റെ സർവീസ് ചാർജ് എന്ന് പറയുന്നത്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നമുക്ക് ഓഫേഴ്സ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ള ഓഫേഴ്സിൻ്റെ കൂടുതൽ കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ HDFC ബാങ്കിന് ഒരു ചെറിയൊരു ഇ-കൊമേഴ്സ് പോർട്ടലുണ്ട്, സ്മാർട്ട് ബൈ എന്ന് പറഞ്ഞ്. ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോംസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു പേസാപ്പ് ആപ്പ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെയും ക്യാഷ് ബാക്ക് നമുക്ക് നൽകുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ പാർട്ട്നേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം അവിടെ നിന്നുകൊണ്ട് ആമസോണിലേക്കും ഫ്ലിപ്കാർട്ടിലേക്കും കയറിക്കൊണ്ട് നിങ്ങൾ
പർച്ചേസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൂടെ എക്സ്ട്രാ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് താഴെ കാണുവാനായിട്ട് സാധിക്കും ഫ്ലിപ്കാർട്ട്, റെഡ് ബസ്, കമ്പയർ ആൻഡ് ബുക്ക് പ്ലാറ്റ്ഫോംസൊക്കെ ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾ HDFC ബാങ്കിൻ്റെ കാർഡ് കൂടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 10 റിവാർഡ് പോയിന്റ് ലഭിക്കുന്നതാണ്. ഇങ്ങനെ ഈ ഒരു ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ഫീച്ചേഴ്സ് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഇവിടെ റീചാർജ് ഓർ ബിൽ പേ എന്നത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ഡാറ്റ കാർഡ് റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, DTH റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലടക്കാൻ, ഗ്യാസ് ബുക്ക് ചെയ്യാൻ, ഇൻഷുറൻസിൻ്റെ ബില്ലടക്കാൻ, പിന്നെ ബ്രോഡ്ബാൻഡ് ബില്ലടക്കാൻ, ഫാസ്റ്റാഗ് റീചാർജ് ചെയ്യാൻ, റെൻ്റ് അടക്കാൻ, ഫീസ് അടക്കാൻ, അങ്ങനെയുള്ള കുറേ അധികം ഓപ്ഷൻസ് ഇതിൽ ലഭ്യമാണ്. ഇപ്പോൾ DTH റീചാർജ് ചെയ്യുന്ന നേരത്ത് ടാറ്റാ സ്കൈ ആണ് നിങ്ങളുടെ DTH എങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ് ബാക്ക് അതിലൂടെ നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് KCB ലഭ്യമാണ്. നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൺസ്യൂമർ നമ്പർ സബ്മിറ്റ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ബിൽ എമൗണ്ട് എത്രയെന്ന് കാണിക്കും. നിങ്ങൾക്ക് അതുവഴി നിങ്ങളുടെ ഈ ഒരു പേയ്സാപ്പ് വാളറ്റ് വഴിയോ അല്ലെങ്കിൽ ഇതിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുവാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി ബില്ലടക്കാം. കേരള വാട്ടർ അതോറിറ്റി ഇവിടെ ലഭ്യമാണ്. ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുക, കേരള വാട്ടർ അതോറിറ്റി. പിന്നെ നിങ്ങളുടെ കൺസ്യൂമർ ഐഡിയും കാര്യങ്ങളും എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വാട്ടർ ബില്ലടക്കാം. അങ്ങനെയുള്ള കുറേ അധികം ബിൽ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ലഭ്യമാണ്. പിന്നെ ടാക്സി, മൂവി, ട്രാവൽ, ഷോപ്പിംഗ്, പിന്നെ ഗ്രോസറീസ് ആൻഡ് ഡൈനിങ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് കാണുവാനായിട്ട് സാധിക്കും. ഈ ഓപ്ഷൻസൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ ഡയറക്റ്റ് പോകുന്നത് ഇവരുടെ തന്നെ ഇ-കൊമേഴ്സ് പോർട്ടലായ സ്മാർട്ട് ബൈയിലേക്കാണ്. സ്മാർട്ട് ബൈയിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ടാക്സി ബുക്കിംഗ് സർവീസും മൂവീസും അതുപോലെ തന്നെ ട്രാവൽ റിലേറ്റഡ് ബുക്കിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാൻ നേരത്ത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏകദേശം ഒരു 5% ക്യാഷ് ബാക്ക് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ HDFC ബാങ്കിൻ്റെ കാർഡാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് 10 റിവാർഡ് പോയിന്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ HDFC ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ അതിന് എക്സ്ട്രാ ആയിട്ടുള്ള വേറെയും ഓഫേഴ്സ് ലഭ്യമാണ്. പിന്നെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ബാലൻസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ വാളറ്റ് ബാലൻസ് ആണ്. പിന്നെ നമുക്ക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഫുൾ ഇവിടെ കാണുവാൻ സാധിക്കും. പിന്നെ വാളറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നമ്മുടെ ഏത് മന്തിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് ഡ്യൂറേഷനിലെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് വാളറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ട്രാൻസാക്ഷനിൽ നമ്മൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നടത്തിയ പേയ്മെൻറ്റും അതുപോലെ തന്നെ നമുക്ക് ലഭിച്ച ക്യാഷ് ബാക്കും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ 235 രൂപ എൻ്റെ ഒരു ടാറ്റാ സ്കൈ റീചാർജ് ചെയ്തപ്പോൾ എനിക്ക് 23 രൂപയോളം എനിക്ക് ക്യാഷ് ബാക്കായിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആമസോണിൽ നിന്നൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു. ഞാൻ ഡയറക്റ്റ് ആമസോണിലേക്ക് കയറി പർച്ചേസ് ചെയ്യുന്നതിന് പകരം HDFC ബാങ്കിൻ്റെ സ്മാർട്ട് ബൈ പ്ലാറ്റ്ഫോമിൽ വന്ന ശേഷം അവിടെ നിന്നുകൊണ്ട് ആമസോണിൽ കയറി ആണ് ഞാൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. പിന്നെ പേയ്മെൻറ്റ് നടത്തിയത് ഈ ഒരു HDFC ബാങ്കിൻ്റെ പേയ്സാപ്പ് വാളറ്റുള്ള വെർച്വൽ കാർഡ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിനും എനിക്കൊരു ക്യാഷ് ബാക്ക് ഉണ്ട്, പക്ഷേ ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് ആയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ HDFC ബാങ്കിൻ്റെ പേയ്സാപ്പ് ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം നല്ലൊരു എമൗണ്ട് ക്യാഷ് ബാക്കിലൂടെ നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിലവിൽ പേയ്സാപ്പ് ആപ്പ് ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ മൊബൈലിലുള്ള ഫിനാൻസ് റിലേറ്റഡ് ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന് താഴെ പേയ്സാപ്പ് ആപ്പ് നല്ലതാണെന്ന് പറഞ്ഞ് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് നോക്കിയത്. അപ്പോൾ എനിക്ക് എന്തായാലും ഈ ഒരു ആപ്പ് എന്തായാലും ഇഷ്ടമായി. പ്രത്യേകിച്ച് ആദ്യം പറഞ്ഞ ഒരു വിർച്വൽ കാർഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒരു ലൈക്ക് നൽകുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി